ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. കുറച്ച് നാട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ, അതായത് പുറത്തുള്ള യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യൻ കാറുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തുകൊണ്ട കാര്യം ഓസ്ട്രേലിയയിൽ ഇപ്പം ആ ഒരു മഹേന്ദ്ര എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു വലിയൊരു ചേഞ്ചാണ്. പണ്ട് മുതലേ തന്നെ ഓസ്ട്രേലിയയിലും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ മഹേന്ദ്ര അവരുടെ വണ്ടികൾ വിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ അവിടെ മഹേന്ദ്ര നല്ലപോലെ തന്നെ പോപ്പുലറാണ്. നമ്മുടെ XUV 500ഉം സ്കോർപിയോ പിക്കപ്പും അവിടെ ശരിക്കും പോപ്പുലറാണ്. പോപ്പുലറാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പിക്കപ്പുകളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സ്കോർപിയോ പിക്കപ്പാണ്. അതായത് നമ്മുടെ ടൊയോട്ട ഹൈലക്സ് ഉണ്ട്, ഫോർഡ് റേഞ്ചർ ഉണ്ട്, ഇസ്യൂസു D-Max ഉണ്ട്, പിന്നെ നിസാൻ്റെ ഒരു പിക്കപ്പ് ഉണ്ട്. അതിന് താഴത്ത് നിൽക്കുന്നത് നമ്മുടെ മഹേന്ദ്രയാണ്. അത്രയ്ക്കേറെ ജനശ്രദ്ധ നേടിയ ഒരു പിക്കപ്പാണ് നമ്മുടെ മഹേന്ദ്ര പിക്കപ്പ്. അതും ഈ ഒരു ജാപ്പനീസ് ബ്രാൻഡുകളോടും അതുപോലെ തന്നെ ഫോർഡിൻ്റെ F സീരീസ് ട്രക്കിനോടൊക്കെയാണ് നമ്മുടെ മഹേന്ദ്ര അവിടെ മത്സരിക്കുന്നത്. ഇതിന് താഴത്ത് നോക്കുകയാണെങ്കിൽ നിസാൻ്റെ ഒരുപാട് പിക്കപ്പുകളുണ്ട്, പിന്നെ ഫോക്സ് വാഗൻ്റെ പിക്കപ്പ് ഉണ്ട്, പിന്നെ ഒരുപാട് ചൈനീസ് ബ്രാൻഡുകളുണ്ട്. അതായത് ഫോക്സ് വാഗനേക്കാളും നിസാൻ്റെ പോലെ പിക്കപ്പിനേക്കാളും കൂടുതൽ സൗത്ത് ആഫ്രിക്കയിൽ വിൽക്കുന്നത് നമ്മുടെ സ്കോർപിയോ പിക്കപ്പാണ്. അപ്പം അത്രയ്ക്ക് പോപ്പുലാരിറ്റിയാണ് ഈ വണ്ടിക്ക് അവിടെ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലും നമ്മുടെ മഹേന്ദ്ര എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ലപോലെ തന്നെ പോപ്പുലറായി വരുന്നുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ സേഫ്റ്റിയാണ്. നമ്മുടെ ഇപ്പം XUV 700 ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് അഡാസ് ഫീച്ചേഴ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ സേഫ്റ്റിയുള്ള വണ്ടിയാണ് ഈ ഒരു XUV 700 എന്ന് പറയുന്നത്. പിന്നെ സ്കോർപിയോ നോക്കിയാലും അത്യാവശ്യം സേഫ്റ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് അതിന് 5 സ്റ്റാർ കൊടുത്തു. പക്ഷേ ഓസ്ട്രേലിയൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് 0 സ്റ്റാർ കിട്ടിയത്. 0 സ്റ്റാർ കിട്ടാൻ മെയിൻ കാരണം അതിൽ അഡാസ് ഫീച്ചേഴ്സ് ഇല്ല. എങ്കിലും ഇന്ത്യയിൽ കൊടുത്ത പോലെ 5 സ്റ്റാർ ഒന്നും അവിടെ കിട്ടത്തില്ല. എങ്കിലും അത്യാവശ്യം സേഫ്റ്റിയുള്ള വണ്ടി തന്നെയാണ് സ്കോർപിയോ XUV 700. അപ്പം സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ സേഫ്റ്റി ഒന്നും അവർ നോക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരും സേഫ്റ്റി നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സും സേഫ്റ്റി നോക്കിയ വണ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരും അത് വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അത് പെർഫോമൻസ് ആണ്. ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഒട്ടും കേൾക്കാത്തൊരു കാര്യമാണ് ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യം. പക്ഷേ നമ്മുടെ XUV സ്കോർപിയോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടികളാണ്. അതായത് XUV 700 ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ കണ്ടേക്കുന്നത് ഒരു സോഫ്റ്റ് റോഡർ SUV ആയിട്ടാണ്. അത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ X-Trail ഉണ്ട്, CR-V ഉണ്ട്, ഔട്ട്ലാൻഡർ ഉണ്ട്, അതേപോലത്തെ ജാപ്പനീസ് വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പവർ കൂടുതൽ നമ്മുടെ XUV 700 ആണ്. അതായത് ജാപ്പനീസ് വണ്ടികളെക്കാളും പവറുള്ള ഒരു ഇന്ത്യൻ വണ്ടിയാണ് നമ്മുടെ XUV 700. XUV 700 പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 200 HP പവറും ഉണ്ട്, 380 Nm ടോർക്കും ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ ഔട്ട്ലാൻഡർ നോക്കുകയാണെങ്കിൽ അതിന് വെറും 180 HP മാത്രമേ പവറുള്ളൂ, 244 Nm മാത്രമേ ടോർക്കുള്ളൂ. CR-V നോക്കിയാലും 240 Nm മാത്രമേ ടോർക്ക് വരുന്നുള്ളൂ. അപ്പം ആ വണ്ടികളെക്കാളൊക്കെ നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ XUV 700. പല റിവ്യൂസ് നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ അവർ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വണ്ടിയുടെ മിഡ് റേഞ്ചൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. All in all, a pretty good effort in terms of dynamics, refinement and performance. ഇനി സ്കോർപിയോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ട്രൂ ആയിട്ടുള്ള SUV ആണ്. പക്ഷേ അതിനുള്ള കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിന് കോമ്പറ്റീഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുന്നത് അതിനേക്കാളും ഒരുപാട് വിലയുള്ള എൻഡേവറും ഫോർച്യൂണറും അതേപോലെ പെജിയോറൊക്കെ ആയിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ആ വണ്ടികളെ വെച്ച് നോക്കിയാലും ഈ വണ്ടിക്ക് ഒരു മേൽക്കോയ്മയുണ്ട്, അത് ഇതിൻ്റെ വിലയാണ്. ഇപ്പോൾ എൻഡേവർ നോക്കിയാലും ഫോർച്യൂണറൊക്കെ നോക്കിയാലും ഇതിനേക്കാളും ഇരട്ടി വില കൊടുക്കണം. ഇപ്പോൾ എൻഡേവറിന് 500 Nm ടോർക്കൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ഇതിനേക്കാളും ഇരട്ടി വില കൊടുക്കണം. അപ്പം അത്രയും പകുതി വിലയ്ക്ക് നമുക്ക് ഇത്ര നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. നല്ലപോലെ തന്നെ ഓഫ് റോഡിങ് കേപ്പബിളായ ഒരു വണ്ടി കൂടെയാണ് സ്കോർപിയോ. അപ്പം അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഇത്രയും പ്രൈസ് കുറച്ച് ഈ വണ്ടികൾ വിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ വണ്ടികളുടെ കമ്പയർ ചെയ്യാലും പവർ അത്ര ഇല്ലെങ്കിലും വില ഇത്രയും കുറവായതുകൊണ്ട് ഓസ്ട്രേലിയക്കാർക്ക് അത് വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കോർപിയോനും അവർക്ക് ഇഷ്ടമാണ്. ഇനി നേരത്തെ പറഞ്ഞ XUV 700 നോക്കിയാലും അതിനും പ്രൈസ് വളരെ ചീപ്പാണ്. ഇപ്പം XUV 700 അവിടെ ഏകദേശം 30 ലക്ഷമൊക്കെയാണ് പ്രൈസിങ് സ്റ്റാർട്ട് വരുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ CR-V ഔട്ട്ലാൻഡറൊക്കെ മേടിക്കാൻ പോകുകയാണെങ്കിൽ 40 ലക്ഷം രൂപ 40 ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട്. അപ്പം അതിനേക്കാളൊക്കെ നല്ലപോലെ തന്നെ പ്രൈസ് കുറവാണ് XUV 700. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയും XUV 700 ആണ്. എന്നാൽ ഏറ്റവും പവർ കൂടിയ വണ്ടി XUV 700 ആണ്. അതേപോലെ സ്കോർപിയോ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഫോർച്യൂണറും എൻഡേവറും അതിൻ്റെ അത്രയും പെർഫോമൻസ് ഇതിനില്ലെങ്കിലും അതിനേക്കാളൊക്കെ നല്ലപോലെ തന്നെ ചീപ്പാണ് നമ്മുടെ സ്കോർപിയോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ വണ്ടിയുടെയൊക്കെ ഇൻറ്റീരിയർ ക്വാളിറ്റിയും ഫീച്ചേഴ്സും ടെക്നോളജിയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടികളൊക്കെ വളരെ ചീപ്പാണ്, വില കുറച്ചാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അവിടെയുള്ള ചൈനീസ് വണ്ടികളായിട്ട് ഇനി അവർ കമ്പയർ ചെയ്യാൻ പറ്റും. ചൈനീസ് വണ്ടികളൊക്കെ പുറമേ നിന്ന് കാണുന്നത് പക്ക ഭയങ്കര ലുക്കൊക്കെ ആയിരിക്കും, കാണാനൊക്കെ അവർ വളരെ അട്രാക്റ്റീവായ വണ്ടികളാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമാണ്. ഇൻറ്റീരിയർ ക്വാളിറ്റി ആയാലും അതിൻ്റെ റിലയബിലിറ്റി ആയാലും എല്ലാത്തിലും അതൊക്കെ വളരെ പിന്നോട്ടാണ്. നേരെ മറിച്ച് ഇന്ത്യൻ വണ്ടികൾ നോക്കുകയാണെങ്കിൽ നല്ലപോലെ ചീപ്പാണ്, എന്നാൽ നല്ല ക്വാളിറ്റിയാണ് എല്ലാ സാധനങ്ങളും.
ആളുകൾക്കും. ഇൻറ്റീരിയർ ആയാലും ടെക്നോളജി ആയാലും ആ ഒരു ടച്ച് സ്ക്രീനൊക്കെ ആണെങ്കിൽ XUV7 ടച്ച് സ്ക്രീനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇൻറ്റീരിയേഴ്സിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റി, ഡാഷ്ബോർഡ് ഉണ്ടാക്കിയേക്കുന്നത്, അങ്ങനെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ, അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം പക്ക ക്വാളിറ്റിയിലാണ് ഇന്ത്യൻ വണ്ടികൾ വന്നേക്കുന്നത്. എന്നാൽ പ്രൈസ് ആണെങ്കിൽ വളരെ ചീപ്പും. അതും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റിലയബിലിറ്റി. ഈ റിലയബിലിറ്റി അവർ നോക്കുന്നത് നമ്മുടെ ആ ഒരു പഴയ സ്കോർപ്പിയോ പിക്കപ്പിലാണ്. കാരണം ഒരുപാട് നാളായിട്ട് അവരിത് യൂസ് ചെയ്യുന്നുണ്ട്. അവരിതിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ നമ്മുടെ ലാൻഡ് ക്രൂസർ 70 CSR ആണ്. ആ വണ്ടികൾ അവിടെ നല്ലപോലെ വിറ്റ് പോകുന്നുണ്ട്. അപ്പം അതിനായിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. അത്രയ്ക്കധികം നമ്മുടെ സ്കോർപ്പിയോ പിക്കപ്പ് റിലയബിൾ ആണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ 70 സീരീസ് നോക്കുകയാണെങ്കിൽ അതിന് നല്ലപോലെ തന്നെ പ്രൈസ് കൊടുക്കണം. അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് സ്കോർപ്പിയോ പിക്കപ്പ് കിട്ടും. എന്നാൽ നല്ലപോലെ റിലയബിൾ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ ആ ഒരു സ്കോർപ്പിയോനെ ബേസ് ചെയ്താണ് ആ ഒരു പിക്കപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഒരുപാട് നാട്ടിൽ ഉണ്ടാക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയൊക്കെ വളരെ കുറവാണ് അതിൽ. അതുകൊണ്ട് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസും വളരെ കുറവാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു എഞ്ചിൻ, ആ 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നല്ലപോലെ റിലയബിൾ ആണ്. ആ ഒരു എഞ്ചിനാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പക്ക റിലയബിൾ ആണ് ആ ഒരു സ്കോർപ്പിയോ പിക്കപ്പ്. അതായത് ഒരു ജാപ്പനീസ് ബ്രാൻഡ് നമ്മുടെ ലാൻഡ് ക്രൂസർ 70 സീരീസുമായിട്ടാണ് അവർ നമ്മുടെ സ്കോർപ്പിയോ പിക്കപ്പിനെ കമ്പയർ ചെയ്യുന്നത്. അത്രയ്ക്കധികം ഇഷ്ടമാണ് ആളുകൾക്ക് ഈ ഒരു വണ്ടി. പിന്നെ ഇന്ത്യൻ റോഡിൽ ഓടിച്ച വണ്ടി എവിടെ പോയാലും ഒരു കുഴപ്പമില്ലാണ്ട് ഓടും. കാരണം ഇവിടത്തെക്കാളും നല്ല റോഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിരിക്കും അവിടെ എല്ലായിടത്തും ഉള്ളത്. അപ്പം ഇവിടെ കഴിവ് തെളിയിച്ചൊരു വണ്ടി എവിടെ പോയാലും ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കുള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ സിറ്റീസിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ XUV7 സ്കോർപ്പിയോ എന്നൊക്കെ പയ്യെ ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതായത് പയ്യെ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു വില്ലേജ് ഏരിയസൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഫാമുകളും അതേപോലത്തെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി പണ്ട് മുതൽ തന്നെ അവിടെ ആൾക്കാർ സ്കോർപ്പിയോ പിക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്കോർപ്പിയോ പിക്കപ്പ് നല്ലപോലെ തന്നെ പോപ്പുലറാണ്. പിന്നെ ആഫ്രിക്കയിലെ പല കൺട്രീസിലും സ്കോർപ്പിയോയും അതേപോലെ തന്നെ മഹേന്ദ്രയുടെ പല വണ്ടികളും അവർ യൂസ് ചെയ്യുന്നുണ്ട്. മഹേന്ദ്രയുടെ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നല്ലപോലെ തന്നെ പോപ്പുലറാണ്. ഇനി അമേരിക്കയിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ അമേരിക്കയിൽ റോക്സോർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്. അതും ഫാമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വണ്ടികളാണ്. അത് നല്ലപോലെ ഫേമസ് ആണ്. പിന്നെ മഹേന്ദ്രയുടെ ഫാം എക്യുപ്മെൻറ്റ്സ് അമേരിക്കയിൽ ഫേമസ് ആണ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഫേമസ് ആണ്. പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം മഹേന്ദ്രയുടെ വണ്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പല ഏഷ്യൻ കൺട്രീസിലും മഹേന്ദ്ര നല്ലപോലെ തന്നെ വണ്ടി വിൽക്കുന്നുണ്ട്. അങ്ങനെ മഹേന്ദ്ര ആ ഒരു പുതിയ വണ്ടികളും പുതിയ ടെക്നോളജിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവൻ പയ്യെ ഇങ്ങനെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, പണ്ട് നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മുടെ XUV500 ഒക്കെ അവിടെ അത്യാവശ്യം ഫേമസ് ആയ ഒരു വണ്ടി തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. This thing is 40 grand. Check out the build of this thing. It's genuinely fantastic. Not only is there so much room in the back, but look how easy it is to get into the third row. And before you think that they've cut costs on the engine, they haven't. This 2-litre 4-cylinder puts out as much power as a Mark V Golf GTI. And so it's surprisingly fast. I really like this thing. Let me know what you